ശക്തമായ മഴയെ തുടർന്ന് വയനാട് സുൽത്താൻ ബത്തേരി താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. നെന്മേനി, ചീരാൽ വില്ലേജുകളിലാണ് ക്യാമ്പുകൾ തുടങ്ങിയത്. 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങളാണുള്ളത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്താണ് നിലവിൽ ജില്ലയിലെ സാഹചര്യം? സുർജിത്ത്, പലയിടങ്ങളിലും ശക്തമായ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും മരം പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കൽപ്പറ്റയിലാണ്. കൽപ്പറ്റ സിവിൽ സ്റ്റേഷനടുത്ത് SP ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ആൽമരം പൊട്ടി വീണു. അത് ഒരു ഇന്നോവ കാറിന്റെ മുകളിലേക്കാണ് പൊട്ടി വീണത്. ഗതാഗതം ഏറെ നേരം സ്തംഭിച്ചു. ബൈപ്പാസ് വഴി വാഹനം തിരിച്ചുവിട്ടു. കൃഷ്ണഗിരിയിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു മരം കാറിന് മുകളിലേക്ക് പൊട്ടി വീണു. 2 മണിക്കൂറോളം ദേശീയപാത സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടായി. ചുണ്ടയിലും ഒപ്പം തന്നെ കല്ലൂരും സമാനമായ രീതിയിൽ തന്നെ ശക്തമായ മഴയിൽ മരം പൊട്ടി വീഴുന്ന അനുഭവം ഉണ്ടായി. ഇതെല്ലാം തന്നെ രാത്രിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. സുൽത്താൻ ബത്തേരിയിൽ ശക്തമായ മഴ തുടരുകയാണ്. താലൂക്കിൽ 2 ക്യാമ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. നെന്മേനി, ചീരാൽ വില്ലേജുകളിലാണ് ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങളാണ് ഉള്ളത്. ചീരാൽ വില്ലേജിലെ വെള്ളച്ചാൽ ഉന്നതിയിലെ 4 കുടുംബങ്ങളിലെ 27 അംഗങ്ങളെ കല്ലിങ്കര ഗവൺമെന്റ് UP സ്കൂളിലേക്കാണ് മാറ്റിയത്. നെന്മേനി വില്ലേജിലെ പാമ്പുങ്ങുനി ഉന്നതിയിലെ കുടുംബങ്ങളെയും മാറ്റിയിട്ടുണ്ട്. അവരെ മാറ്റിയിട്ടുള്ളത് കോളിയാടി AUP സ്കൂളിലേക്കാണ്. ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്ന അവസ്ഥയിലേക്ക് വയനാട്ടിലെ കാലാവസ്ഥ മാറുകയാണ്. അത്രമാത്രം വലിയ രീതിയിലുള്ള മഴയാണ് ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചൂരൽമല, മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. വലിയ ആശങ്ക വയനാടിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശക്തമായ മഴ പെയ്ത് വെള്ളക്കെട്ടിന്റെ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകളെ ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള നടപടിയിലേക്ക് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം എത്തിയിട്ടുണ്ട്. ഉന്മേഷൻ. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.